വലിയ തോതിൽ തകർന്നടിഞ്ഞു എന്ന് എതിരാളികൾ പ്രചരിപ്പിച്ച കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, UDFിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവവായു തിരിച്ചു കിട്ടിയ പോലെയാണ് ഈ ഫലം. അവരുടെ വലിയൊരു ഊർജം UDFിനും കോൺഗ്രസിനും ഉണ്ടായിട്ടുണ്ട്. പലതരത്തിലാണ്. ഒന്ന്, LDFിനെതിരായ വികാരത്തിൻ്റെ കേന്ദ്രീകരണം ഞങ്ങളിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്ന രൂപത്തിൽ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. ശക്തമായൊരു പ്രതിപക്ഷമായി, ചോദ്യം ചെയ്യുന്നൊരു പ്രതിപക്ഷമായി UDF വളർന്നു എന്ന് അവരുടെ അണികളെയും പൊതുസമൂഹത്തെയും ബോധ്യപ്പെടുത്താൻ UDFിനും കോൺഗ്രസിനും കഴിഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം. ഈ തെരഞ്ഞെടുപ്പ് ഫലം 5 കോർപ്പറേഷനുകൾ ഭരിച്ചിരുന്നത് LDF ആണ്. ഇപ്പോൾ കോർപ്പറേഷൻ ഒരെണ്ണത്തിൻ്റെ കഷ്ടി ഭരണേ അവർക്കുള്ളൂ. 4 കോർപ്പറേഷനുകൾ ഇപ്പോൾ കൃത്യമായും ഭൂരിപക്ഷത്തോടെ UDF ഭരണത്തിലേക്ക് വരുന്നു. മുനിസിപ്പാലിറ്റികളും അതുപോലെ കഴിഞ്ഞ തവണത്തേക്കാൾ വളരെ കൂടുതലാണ്. ജില്ലാ പഞ്ചായത്തും കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതലുണ്ടെന്ന് മാത്രമല്ല, 7 എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും മുമ്പ് തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്, കണ്ണൂർ എന്നൊക്കെ പറഞ്ഞാൽ പേരിനാണ് UDFിൻ്റെ സീറ്റുകൾ ഉണ്ടായത്. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല. എല്ലാ സ്ഥലത്തും ശക്തമായ പ്രതിപക്ഷം. തിരുവനന്തപുരത്ത് 13-15 ഞാൻ മനസ്സിലാക്കുന്നത്. 14-14 ആയിരുന്നു ഒരു ഘട്ടത്തിൽ. എന്ന് പറഞ്ഞാൽ ഒപ്പത്തിനൊപ്പമായിരുന്നു. കൊല്ലത്തും അവരുടെ സീറ്റ് കൂടിയിട്ടുണ്ട്. കണ്ണൂരിൽ പോലും സീറ്റ് കൂടിയിട്ടുണ്ട്. കോഴിക്കോട് പോലെ ഒരു ജില്ല ഒരു പിടിച്ചെടുത്തിട്ടുണ്ട്. കാസർഗോഡും അവരേതാണ്ട് ഒപ്പത്തിനൊപ്പമാണ്. എന്ന് പറഞ്ഞാൽ ഒരു സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ് നിൽക്കുന്നത്. അവർ ജയിച്ച ജില്ലകൾ നോക്കൂ. അത് എറണാകുളം ആയാലും, മലപ്പുറം ആയാലും, ഇടുക്കി ആയാലും, പത്തനംതിട്ട ആയാലും, വയനാടായാലും, കോഴിക്കോടായാലും അതിശക്തമായ മുന്നേറ്റമാണ് അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി വോട്ടിൻ്റെ കണക്ക് വന്നാലേ കൃത്യം പറയാൻ പറ്റും. അതിശക്തമായ മുന്നേറ്റം ഉണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ട മുന്നേറ്റം ഞാൻ കണക്കാക്കുന്നത് മധ്യ കേരളത്തിലും പ്രത്യേകിച്ചും തിരുവിതാംകൂർ ഭാഗത്തുണ്ടായ മുന്നേറ്റമാണ്. മധ്യ തിരുവിതാംകൂർ എന്ന് പറയുന്ന പ്രദേശത്ത് കോൺഗ്രസ് ഏതാണ്ട് UDF ഏതാണ്ട് ഇല്ലാതായി പോയൊരു ഘട്ടമായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ കഷ്ടി ജയിച്ചു എന്നുള്ളതൊക്കെ ശരി. എങ്കിൽ പോലും ഇപ്പം നോക്കൂ, ഇപ്പം അവരെല്ലാം തിരിച്ചു വന്നിരിക്കുന്നു. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഈ ജില്ലയിലൊക്കെ അതിശക്തമായ തിരിച്ചുവരവാണ് വന്നിട്ടുള്ളത്. അതൊക്കെ ഏതാണ്ട് തൂത്തുവാരി എന്ന് പറയാവുന്ന തരത്തിലുള്ള തിരിച്ചുവരവാണ്. ഇതിന് കാണിക്കുന്ന കാര്യം എന്താ? ഇത് കോൺഗ്രസിൻ്റെ പരമ്പരാഗത കേന്ദ്രങ്ങളിൽ കോൺഗ്രസിനെ വിശ്വസിക്കുന്ന ആളുകൾ ഇപ്പോഴും കോൺഗ്രസിനും UDFിനും വോട്ട് ചെയ്യാൻ തയ്യാറുണ്ടെന്നാണ് കാണിക്കുന്നത്. അതൊരു ചെറിയ കാര്യമല്ല. അവരുടെ വിശ്വാസം തിരിച്ചു വന്നു. ഇപ്പൊ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് 2ാം പിണറായി സർക്കാർ വരുന്ന തെരഞ്ഞെടുപ്പിൽ അന്ന് LDF പ്രചരിപ്പിച്ച ഒരു മുദ്രാവാക്യമുണ്ട്. UDF ജയിച്ചാൽ മുസ്ലിം ഉപമുഖ്യമന്ത്രി. ഒരു ചെറിയ ഇസ്ലാമോഫോബിയാണ്. ആ സാധനം വലിയ തോതിൽ ഈ പ്രദേശത്ത് ഏറ്റിട്ടുണ്ട്. പക്ഷെ ഇത്തവണ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായി ഇത്ര പ്രസംഗിച്ചിട്ടും അവരാരും LDFിൻ്റെ കൂടെ നിന്നില്ല. നമ്മൾ ആ വ്യത്യാസം ശരിക്കും കാണണം. കാരണം അത് LDFിൻ്റെ ഭരണത്തോടുള്ള അവരുടെ നിലപാടാണ്. അവരവരുടെ നിലപാട് മാറ്റി 2ാം പിണറായി സർക്കാരിനോട് ഞങ്ങൾക്ക് അനുകൂല നിലപാടല്ല എന്ന് കൃത്യമായും ഈ സ്ഥലങ്ങളിൽ, ഈ ജില്ലകളിൽ അവർ പറഞ്ഞു. അതിൽ കോഴിക്കോട് പെടും. മലപ്പുറം പിന്നെ എന്തായാലും അവരുടെ കേന്ദ്രമാണ്. ഇപ്പം ഞാൻ പറയുന്നില്ല. മലപ്പുറത്ത് പോലും പെരിന്തൽമണ്ണ നഗരസഭയൊക്കെ അവരുടെ കുത്തകയായിരുന്നു. പെരിന്തൽമണ്ണ നഗരസഭ പോലും നഷ്ടപ്പെട്ടു. ഇപ്പം ഞാൻ വിചാരിക്കുന്നത് പൊന്നാനി ഒരു സ്ഥലമാണ്. എറണാകുളത്ത് ഒരു ലോക്കൽ ബോഡി, ഒരു മുനിസിപ്പാലിറ്റി ചിലപ്പോൾ കിട്ടിയേക്കും. ഒരെണ്ണം BJPക്കാണ് കിട്ടിയത്. ബാക്കിയൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ തൃശ്ശൂർ പോലും തൃശ്ശൂർ നഗരസഭ പിടിച്ചത് മാത്രമല്ല, ജില്ലാ പഞ്ചായത്തുകളിൽ കൂടുതൽ ഡിവിഷൻ അവർക്ക് പിടിക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ കണക്കാക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രങ്ങളല്ലാത്ത ഇടങ്ങളിൽ കോൺഗ്രസ്, കേരള കോൺഗ്രസ് സഖ്യം വിജയിച്ചിരിക്കുന്നു. അതാണ്. കോട്ടയത്തൊക്കെ ജോസ് കെ മാണിയുടെയൊക്കെ പണി കാണാനില്ല, പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, ഇതാണ് അവരുടെ ശക്തി കേന്ദ്രം. അവിടെ PJ ജോസഫിൻ്റെ കേരള കോൺഗ്രസും ഒരു പരിധിവരെ അവരുടെ സ്വക്ഷേത്രം തിരിച്ചു പിടിച്ചിരിക്കുന്നു. ഇത് കോൺഗ്രസിന് കിട്ടുന്ന സൂചന വളരെ നല്ലതാണ്. പൊതുവായി ഒരു ആൻറ്റി LDF വികാരമുണ്ട്. ഇത് കോൺഗ്രസിന് ഉപയോഗിക്കാൻ കഴിയും എന്നവർ സ്വയം വിശ്വസിക്കണം. അപ്പോൾ അവർക്ക് കൊല്ലം പോലൊരു നഗരസഭ അവർ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല കിട്ടും. അപ്പോൾ ജനങ്ങളുടെ തീരുമാനം രാഷ്ട്രീയ കക്ഷികൾ എടുക്കുന്ന യുക്തികളെയോ ക്യാപ്സ്യൂളുകളെയോ അങ്ങനെ വിഴുങ്ങി ചെയ്യാന്നുള്ളതല്ല. അവർക്ക് അവരുടേതായ തീരുമാനങ്ങളുണ്ട്, ചില കാരണങ്ങളുണ്ട്. മലയോര പ്രദേശം, തീരദേശം, ഇത് രണ്ടും
LDF-ന് ഇപ്പോൾ ബാലികേറ മലകളാണ്. കാരണം വന്യമൃഗാക്രമണം തുടങ്ങിയുള്ള പ്രശ്നങ്ങൾ, തീരദേശത്ത് ഒരുപാട് പ്രതിസന്ധികൾ, ഇതിലൊന്നും LDF-ന് പ്രത്യേകിച്ച് ആൻസറൊന്നുമില്ല. അങ്ങനെ പറഞ്ഞു പോവാണ്. അപ്പോൾ ഇതൊക്കെ UDF-ന് അനുകൂലമാണ്. ഇതൊക്കെ പറയുമ്പോഴും UDF-ന് മിന്നുന്ന വിജയം വേണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ UDF സ്വീകരിച്ച ഒരു സമീപനമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായി ഏറ്റവും കുറവ് കോൺഗ്രസ് വിമതരുണ്ടായ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പായി. വിമതരുണ്ടായില്ല എന്ന് പറയുന്നില്ല, പക്ഷെ വിമതരുണ്ടായെന്ന് കാണുമ്പോൾ ഇത്തവണ LDF-ലും BJP-ലും വിമതരുണ്ടായിരുന്നു എന്നും കൂടി നമ്മൾ കാണേണ്ടി വരും. ഈ കൊച്ചി നഗരസഭയിൽ തന്നെ LDF-നും BJP-ക്കും വിമതനുണ്ടായി. തിരുവനന്തപുരം നഗരസഭയിൽ LDF-ന് വിമതനുണ്ടായി, BJP-ക്കും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ചില കുഴമറച്ചിലുകൾ ഉണ്ട്. UDF അവരുടെ സംഘടനാപരമായ കെട്ടുറപ്പ് കോൺഗ്രസ് പ്രത്യേകിച്ച് നന്നാക്കുകയും തുടരുകയും തർക്കങ്ങളില്ലാതെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ഗ്രൗണ്ട് വർക്ക് തുടങ്ങുകയും വോട്ടർ പട്ടിക പുതുക്കുകയൊക്കെ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞാൽ കേരളത്തിൽ UDF-ന് മിന്നുന്ന വിജയം കിട്ടാൻ സാധ്യതയുണ്ട് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ഫലം വെച്ച്. പക്ഷെ ഇനി 3 മാസങ്ങളുണ്ട്. ആ മാസത്തിൽ എന്ത് സംഭവിക്കാം, ആർക്ക് വേണമെങ്കിലും അത് ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവാം, ഉണ്ടാവില്ല എന്ന് പറയുന്നില്ല. അത് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കിയതുപോലെ ശക്തമായ നടപടികൾ, ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഞാൻ കണക്കാക്കുന്നത് VD സതീശനാണ്. തീർച്ചയായും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം എടുത്ത ഉറച്ച തീരുമാനങ്ങൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് PV അൻവറിന്റെ കാര്യത്തിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലായാലും ഒക്കെ ഇതാണ് ഞങ്ങളുടെ നിലപാട്, ഇത് ഞങ്ങൾ മുമ്പോട്ട് പോകും, ഇല്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്ന് സതീശനെ പോലെ ഒരാൾ പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ മൂല്യമുണ്ട്. അത് അത്തരത്തിൽ ഉറച്ച് യോജിച്ച് നിന്ന് UDF-ന് മുമ്പോട്ട് പോയാനായാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയമുണ്ടാവും. അല്ല, തമ്മി തല്ലി അടികൂടാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും.